ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് എൻ വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിരിവിട്ട് സഹായിക്കാൻ എ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ദേവസ്വം മാനുവൽ തിരുത്തി. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ചാണ് മുൻ ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാർ, കെ പി ശങ്കരദാസും എ വിജയകുമാർ കൂട്ടുനിന്നത് എന്നാണ് SIT ആരോപിക്കുന്നത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ കേസിൽ 12 പ്രതികളുണ്ട്. ആ കേസിൽ ഇപ്പോൾ 10 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. 10ാമത്തെ ആളാണ് എൻ വിജയകുമാർ. വിജയകുമാറിന് ഈ കേസിലെ പങ്ക് എന്ന രീതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ SIT സ്ഥാപിക്കുന്നത്, ഇയാൾ ഈ 2019 ദേവസ്വം മാനുവലടക്കം മാറ്റിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 സ്വർണ്ണപ്പാളികൾ അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൈമാറ്റം നടത്തിയത്. ആ സമയത്ത് ദേവസ്വം മാനുവൽ അനുസരിച്ച് സന്നിധാനത്ത് തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ആ ദേവസ്വം മാനുവലിലെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തിരുത്താൻ പത്മകുമാറിനൊപ്പം കൂട്ടുനിന്നു എന്നതാണ് ഇവിടെ എൻ വിജയകുമാർ ചെയ്ത ഏറ്റവും ഗുരുതരമായ, അതായത് ബോർഡിന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ച. കാലാകാലങ്ങളായി ശബരിമല സന്നിധാനത്ത് നടപ്പിലാക്കുന്ന ഒരു കാര്യം, അത് കൃത്രിമമായി അതിൽ തിരുത്തൽ വരുത്തി ഭേദഗതി, അത് നിയമാനുസരണമുള്ള ഭേദഗതിയല്ല, കൃത്രിമമായി ഇവർ തിരുത്തൽ വരുത്തിക്കൊണ്ടുവന്നു. അതിൽ പത്മകുമാറിന് മാത്രമല്ല, പത്മകുമാറിനൊപ്പം അന്ന് ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശങ്കരദാസിനും എൻ വിജയകുമാറിന് കൃത്യമായ പങ്കുണ്ടായിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന ഘട്ടത്തിൽ അത് സ്വർണം പൊതിഞ്ഞതാണെന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടും അത് ചെമ്പ് പാളി എന്ന് തന്നെ രേഖപ്പെടുത്തി കൊടുത്തയക്കുമ്പോൾ പത്മകുമാർ പറഞ്ഞിട്ടാണ് താൻ ഒപ്പിട്ടത്, അത് മഹർസറിൽ അടക്കമുള്ള രേഖകൾ ഒപ്പിട്ടതെന്നാണ് വിജയകുമാർ പറയുന്നത്. പക്ഷേ അത്തരം ഒരു ബോർഡ് അംഗത്തിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് ഒപ്പിട്ട് നൽകുക എന്നത് ഒരു ഉത്തരവാദിത്തക്കേടാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ലംഘനം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തപ്പോൾ ജാമ്യം ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. എൻ വിജയകുമാർ ഇവിടെ സ്ഥാപിക്കുന്ന തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കില്ലെന്നാണ്. പക്ഷേ ഇയാൾ പുറത്തിറങ്ങിയാൽ ഇത് സംബന്ധിച്ച തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വിജയകുമാർ ഒരു കാരണവശാലും ജാമ്യം നൽകാൻ പാടില്ല. ഇനി ഈ കേസിലെ 11ാമത്തെ പ്രതിയാണ് ശങ്കരദാസ്. ശങ്കരദാസ് ഇപ്പോഴും പിടിയിലായിട്ടില്ല. ശങ്കരദാസിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആശുപത്രിയിലാണ് എന്ന വിവരം നോട്ടീസ് മുഖേന അറിയിച്ചതുകൊണ്ടാണ് SIT നിലവിൽ ശങ്കരദാസിനെ അങ്ങോട്ടെത്തി പിടികൂടാത്തത്. പക്ഷേ ഇവിടെ വിജയകുമാർ ഇന്നലെ കീഴടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല. എല്ലാം ചെയ്യിച്ചത് സഖാവാണ്, അതായത് പത്മകുമാറാണ് എല്ലാം പറഞ്ഞതും ചെയ്തതും ഒപ്പിട്ട് കൊടുത്തത് താൻ ചെയ്തത് എന്ന് മാത്രമാണ് വിജയകുമാർ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ അത് SITക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ബോർഡ് അംഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഉണ്ടായിരിക്കുന്നു എന്നാണ് നിലവിൽ SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ വിജയകുമാറിന് വേണ്ടി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത അയാളെ കൂടുതൽ ചോദ്യം ചെയ്യും. കാരണം ഇന്നലെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഈ ക്രൈംബ്രാഞ്ച് SITയുടെ ആസ്ഥാനത്ത് ഈ വിജയകുമാർ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ ഡി മണി ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ അടക്കം കഴിഞ്ഞ ദിവസം ഡിണ്ടിഗലിലെത്തി SIT ചോദ്യം ചെയ്ത വീട്ടിൽ പരിശോധന നടത്തിയ മാധ്യമങ്ങളടക്കം പ്രതികരണം നടത്ത ഈ 3 പേരെയും നോട്ടീസ് മുഖേന ചോദ്യം ചെയ്യൽ ഇന്ന് ഇവിടെ ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് എത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഇവർ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ള സൂചന ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 10 മണിക്ക് ഇവരുടെ എത്തും. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 കേസ് നിലവിലുണ്ട്. 3ാമത്തെ കേസിന് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവ് ലഭിക്കുകയാണെങ്കിൽ 3ാമതൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ഡി മണി, ഉണ്ണികൃഷ്ണൻ പൊറ്റി അടക്കമുള്ള ആളുകൾ ആ കേസിൽ പ്രതിയാക്കുകയും ഈ വിദേശ വ്യവസായി ആ കേസിൽ മാപ്പുസാക്ഷിയുമാക്കിയേക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.